അമേരിക്കയിൽ അക്രമിയുടെ വെടിവെപ്പിൽ 8 കുട്ടികൾ കൊല്ലപ്പെട്ടു. മരിച്ചത് 1-നും 14-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾ. അക്രമിയെ പോലീസ് വെടിവെച്ചു കൊന്നു. ഹോർമുസ് കടലിടുക്കിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്താൻ ഇറാൻ പാർലമെന്റ് പ്രത്യേക ബിൽ തയ്യാറാക്കി. ഇസ്രായേൽ കപ്പലുകൾക്ക് പ്രവേശനം പൂർണ്ണമായും നിരോധിക്കും. ശത്രുരാജ്യങ്ങളുടെ കപ്പലുകൾക്ക് കടലിടുക്ക് കടക്കാൻ ഇറാന്റെ ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ പ്രത്യേക അനുമതി നിർബന്ധമാക്കും. പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടിട്ട് 7 ആഴ്ച. സംസ്കാരം നടത്താനാകാതെ ഇറാൻ. ഇസ്രായേൽ US ആക്രമണങ്ങളുടെ ഭീഷണി തടസ്സം. ബഹുജന ഒത്തുചേരലുകളിൽ സംഘർഷാവസ്ഥ ഉണ്ടായേക്കാമെന്നും നിഗമനം. US-ൽ ഇറാൻ വംശജ അറസ്റ്റിൽ. ഇറാൻ സർക്കാരിന് വേണ്ടി ആയുധ ഇടപാടുകൾ നടത്തിയെന്ന കേസിൽ പിടിയിലായത് ഷെമിം മാഫി എന്ന യുവതി. ഇടപാടുകൾ നടത്തിയത് വ്യാജ കമ്പനി ഉപയോഗിച്ച്. UAE-യിൽ സ്കൂളുകൾക്ക് ഇന്നു മുതൽ സാധാരണ രീതിയിൽ നേരിട്ടുള്ള പഠനത്തോടൊപ്പം ഓൺലൈൻ ക്ലാസുകളും 2 ഒന്നിച്ചുള്ള ഹൈബ്രിഡ് രീതിയും ഉണ്ടാകും. സ്കൂൾ ബസ് സർവീസുകളും തയ്യാർ. പൊതു ബൈബിൾ പാരായണത്തിൽ പങ്കെടുക്കാനൊരുങ്ങി ഡൊണാൾഡ് ട്രംപ്. നീക്കം ലിയോ മാർപ്പാപ്പയുമായുള്ള തർക്കങ്ങൾക്കിടെ അമേരിക്കയിൽ ഉടനീളമുണ്ടായ പ്രതിഷേധം തണുപ്പിക്കാനുള്ള നീക്കമെന്ന സൂചന. വിരുനഗറിലെ പടക്കശാലയിലുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ കൂടി മരിച്ചു. മരണസംഖ്യ 25. 4 പേരെ തിരിച്ചറിഞ്ഞിട്ടില്ല. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. അന്വേഷണത്തിന് വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് തമിഴ്നാട് സർക്കാർ. കനത്ത ചൂടിൽ കുതിച്ചുയർന്ന സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം. 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷനോട് അനുമതി തേടി. വൈദ്യുതി വാങ്ങുന്നത് അമിത നിരക്കിലെന്ന് സൂചന. ജാമ്യം തേടി നിതിൻ രാജിന്റെ മരണത്തിൽ അറസ്റ്റിലായ ലോൺ ആപ്പ് ജീവനക്കാർ. പ്രതികളുടെ കസ്റ്റഡി അപേക്ഷയും കോടതിയിൽ. കേസ് പരിഗണിക്കുന്നത് കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. ആരോപണ വിധേയരായ അധ്യാപകർ ഒളിവിൽ തുടരുന്നു.